വിഭൂഷിതകരാൽ നവനീരദാഭാൽ പീതാംബരാൽ അരുണബിംബഫലാധരോഷ്ടാൽ പൂർണേന്ദു സുന്ദരമുഖാൽ അരവിന്ദനേത്രാൽ കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം ഷഡശീതിതമോധ്യായ 86-ാമത്തെ അധ്യായം. രാജോവാച ബ്രഹ്മൻ വേദിതുമിച്ഛാമ സ്വസാരം രാമകൃഷ്ണയോ യഥോപയേമേ വിജയോ യാമമാസീൽ പിതാമഹേ. അപ്പോ പരീക്ഷിത് രാജാവ് ശ്രീ സുബ്രഹ്മണ്യോട് ചോദിക്കുകയാണ്, ഹേ ബ്രഹ്മൻ, രാമകൃഷ്ണയോ സ്വസാരം വിജയ യഥാ ഉപയേമേ. അതായത് രാമകൃഷ്ണന്മാരുടെ സഹോദരിയായിട്ടുള്ള സുഭദ്രയെ അർജുനൻ എപ്രകാരമാണ് വിവാഹം കഴിച്ചത് എന്നത് വേദിതും ഇച്ഛാമ, ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്താണ്? ആ സഹോദരി, അതായത് സുഭദ്ര മമ പിതാമഹീയസി, എൻ്റെ മുത്തശ്ശിയല്ലേ സുഭദ്ര. ആ മുത്തശ്ശി എങ്ങനെയാണ് അർജുനൻ വിവാഹം കഴിച്ചതെന്നുള്ളത് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്നാണ് പരീക്ഷിത്ത് പറഞ്ഞത്. ആഗ്രഹമുണ്ടെന്നുള്ള ഒരു കൗതുകം ഉണ്ടെന്ന് തന്നെ പറഞ്ഞത്. ഭാഗവതത്തിൽ സുഭദ്ര വസുദേവൻ്റെ പുത്രിയാണെന്നല്ലാണ്ട് മാതാവ് ആരാണെന്ന് പറഞ്ഞിട്ടില്ല. അഷ്ടമസ്തുതയോരാസി സ്വയമേവ ഹരിക്കില സുഭദ്രാജ മഹാഭാഗ തവരാജൻ പിതാമഹി എന്ന് നാമസ്കന്ധത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഒറ്റയ്ക്ക് വായിച്ചാൽ തയോ എന്നുള്ള പ്രയോഗം കൊണ്ട് ദേവകി തന്നെയാണ് സുഭദ്രയുടെയും അമ്മയാണെന്ന് പറയാന്നേ ഉള്ളൂ. പക്ഷെ മറ്റുള്ള ചില പുരാണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ഈ രോഹിണിയുടെ പുത്രിയാണ് സുഭദ്ര എന്ന് പറയുന്നത്. അങ്ങനെ വേറെ ഇതിൽ പുരാണത്തിലും ഓരോരോ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. അതായത് ബലരാമൻ്റെ സഹോദരിയായിരുന്നു യഥാർത്ഥത്തിൽ മറ്റേ രോഹിണി പുത്രിയായത്. ആ രീതിയിലാണ് വേറെ ഇതിലൊക്കെ പറയുന്നത്. ഏതായാലും അത് പ്രസക്തിയില്ല. ശ്രീശുകൗവാച അർജുന തീർത്ഥയാത്രായാം പര്യടൻ അവനിം പ്രഭു ഗതപ്രവാസമശൃണോൽ മാതുലേയും സ ആത്മന ദുര്യോധനായ രാമസ്തം ദാസ്യതീതി ന ചാപരേ തല്ലിപ്സു യതിർഭൂത്വാ ത്രിദണ്ഡീ ദ്വാരകാമകൾ. അപ്പൊ ശ്രീ ശിവബ്രഹ്മർഷി ആ കഥയിലേക്ക് കടക്കുകയാണ്. എന്താണ്? തീർത്ഥയാത്രയാം പ്രഭു അർജുന അവനീം പര്യടൻ. അർജുനൻ ഒരിക്കല്, മഹാപ്രഭുവായിട്ടുള്ള അർജുനൻ ഒരിക്കലും ഇങ്ങനെ തീർത്ഥയാത്രയായിട്ട് ഭാരതഭൂമി ആസകലം അങ്ങനെ സഞ്ചരിച്ച് അനേകം തീർത്ഥങ്ങളിൽ അങ്ങനെ സ്നാനം ചെയ്തിട്ട് പ്രഭാസം പ്രഭാസ തീർത്ഥത്തിൽ എത്തിച്ചേർന്നു. അവിടെ വെച്ച് ആത്മന മാതുലേയും തൻ്റെ അമ്മാവൻ്റെ മകളായിട്ടുള്ള ആ സുഭദ്രയെ സുഭദ്രയുടെ ജ്യേഷ്ഠനായിട്ടുള്ള ബലരാമൻ ദുര്യോധനായ ദാസ്യതി, ദുര്യോധന കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നതായിട്ടും അപരേ മറ്റുള്ളവർ നൈതിജ അത് ഇഷ്ടപ്പെടുന്നില്ലെന്നും ആശ്രണോൽ, ബലരാമനൊരാഗ്രഹമുണ്ട് തൻ്റെ ശിഷ്യനായിട്ടുള്ള ദുര്യോധനെ സുഭദ്രയെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന്. എന്നാൽ അവിടെയുള്ള മറ്റുള്ളവർക്കൊന്നും, എന്നുള്ളവർ പറഞ്ഞാൽ ഭഗവാനായിരിക്കും, ഭഗവാനും വസുദേവനൊന്നും അതത്ര ഇഷ്ടമല്ല എന്ന് അറിഞ്ഞു അർജുനൻ. തല്ലിപ്സു അപ്പോൾ അവളെ ലഭിക്കുവാൻ ആഗ്രഹിച്ചുള്ള അർജുനൻ ത്രിദണ്ഡി യതി ഭൂത്വ ദ്വാരകാം അകാൽ, ഒരു ത്രിദണ്ഡധാരിയായിട്ടുള്ള ഒരു സന്യാസിയായിട്ട് വേഷമൊക്കെ ധരിച്ചിട്ട് ദ്വാരകയിലേക്ക് പോയി. തത്ര വൈ വാർഷികന്മാസൻ അവാൽസീൽ സ്വാർത്ഥസാധകം പൗരൈ സവാജിതോ ഭീഷ്ണം രാമേണ അജാനതാ അജാനത പൗരൈ രാമേണ ച. ഇങ്ങനെ ആ സന്യാസിയായിട്ട് ദ്വാരകയുടെ ദ്വാരകാപുരിയിലാണ് ഇങ്ങനെ അവിടെ എത്തിയിരിക്കുന്നത്. പൗരജനങ്ങൾക്കൊക്കെ അത്ഭുതം, വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു സന്യാസി വന്നിട്ട് അവർക്ക് ആർക്കും അർജുനാണതെന്ന് അറിയില്ല. എന്ന് മാത്രമല്ല രാമേണ ച, ബലരാമനും അത് അറിഞ്ഞുകൂടാന്ന് എന്നിട്ടോ അത് തിരിച്ചറിഞ്ഞില്ല. അങ്ങനെയുള്ള ആ സന്യാസിക്ക് അഭീക്ഷം സഭാജിത സ്വാർത്ഥസാധക, താൻ കാര്യം നേടുവാൻ വ്യഗ്രതയോടിയിട്ടുള്ള ആ അർജുനൻ എന്ത് ചെയ്തു? ഇടക്കിടക്ക് ഇങ്ങനെ വന്നിട്ട് ശ്രേഷ്ഠന്മാരായുള്ള പൗരന്മാരൊക്കെ വന്നിട്ട് അദ്ദേഹത്തിന് സൽക്കാരങ്ങളൊക്കെ നൽകും കേട്ടോ. അർജുനൻ വാർഷികാൻ മാസാൻ തത്ര വൈ അവാൽസീൽ, സന്യാസിമാർക്കുണ്ടല്ലോ ഈ എന്താണ്
ചാതുർമാസ്യം എന്ന് പറയില്ലേ, മഴക്കാലത്ത് 4 മാസം ഗൃഹസ്ഥാശ്രമം എവിടെയെങ്കിലേക്ക് പോയി താമസിക്കാമല്ലോ. അത് കാരണം ആ 4 വാർഷിക മാസങ്ങൾ ആ സന്യാസിയുള്ള അർജുനൻ ദ്വാരകയിൽ തന്നെ താമസിച്ചു. ഏകദാ ഗൃഹമാനീയ ആദിത്യേന നിമന്ത്രിതം ശ്രദ്ധയോപഹൃതം ഭൈക്ഷ്യം ബലേന ഭൂയേ കില. ഏകദാ, അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം, തം ആദിത്യേന നിമന്ത്രിയ, ആ ബലരാമസ്വാമി തൻ്റെ ഗൃഹത്തിലേക്ക് അദ്ദേഹത്തിനെ അതിഥിയായിട്ട് വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ക്ഷണിച്ചിട്ട് ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ബലേന ശ്രദ്ധയാ ഉപഹൃതം ഭൈക്ഷ്യം ഭൂജേകില. ബലരാമസ്വാമി എന്നെ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് അദ്ദേഹത്തിന് ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുത്തു. ആ ഭിക്ഷാന്നത്തെ വളരെ അദ്ദേഹം ഭുജിക്കുകയും ചെയ്തു അർജുനൻ. സോപസ്യൽ തത്ര മഹതീം കന്യം വീരമനോഹരാം പ്രത്യുത്ഫുല്ലേക്ഷണസ്തസ്യം ഭാവക്ഷുബ്ധം മനോദരേ. തത്ര, അവിടെ വെച്ച് സ അർജുനൻ വീരമനോഹരാം മഹതീം കന്യാം, വീരന്മാരുടെ മനസ്സിനെ മുഴുവൻ കവരുന്നവളായിട്ടുള്ള അതിസുന്ദരിയായിട്ടുള്ള മഹതിയായിട്ടുള്ള ഒരു കന്യകയെ അവശ്യൽ കണ്ടു. പ്രീത്യുൽഫുല്ലേക്ഷണ, പ്രീതി കൊണ്ട് വിടർന്ന കണ്ണുകളോട് കൂടിയിട്ടുള്ള അദ്ദേഹം തസ്യാം ഭാവക്ഷുബ്ധം മനദേ, അവളിലെ പ്രേമഭാവത്തിൽ നൽകിയ മനസ്സിനെ പ്രേരിപ്പിച്ചു എന്ന് പറയുകയാണ്. അതായത് ആ അർജുനനെ കണ്ടപ്പോൾ സുഭദ്രയ്ക്കും മനസ്സിനിളക്കം തട്ടിയെന്ന് പറയുകയാണ്. സാവിധം ചകമേ വിഹ്യ നാരീണം ഹൃദയംഗമം അസന്ധീവ്രീഡിതാവാംഗീ തന്യസ്തഹൃദയേക്ഷണ. നാരീണാം ഹൃദയംഗമം തം വിഹ്യ. ആ അർജുനനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാ സ്ത്രീകളുടെയും മനസ്സ് ഇണങ്ങുന്ന ആളാണ് അദ്ദേഹം. അങ്ങനെയുള്ള അദ്ദേഹത്തിനെ കണ്ടിട്ട് സാവി, ആ സുഭദ്രയാകട്ടെ ഹസന്തി, ഒന്ന് മന്ദഹസ്തികൊണ്ടും ലജ്ജ കലർന്ന കടക്കൻ വ്രീഡിത ആവാംഗി, ലജ്ജയോടുള്ള നോക്കൊണ്ടും തന്യസ്ത ഹൃദയേക്ഷണ, അർജുനനിൽ തന്നെ അർപ്പിക്കപ്പെട്ടുള്ള മനസ്സോടും കൂടികളായിട്ട് ചകമേ അത് അങ്ങനെ തീർന്നു എന്ന് പറയുകയാണ്. താം പരേ സമനുധ്യായന്നന്തരം പ്രേപ്സുരർജുന നലേവേ സംഭ്രമച്ചിത്ത കാമേനാതിബലീയസ. താം പരം സമനുധ്യായൻ, ഈ സന്യാസിയുള്ള അർജുനൻ ഈ സുഭദ്രയെ തന്നെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടും അന്തരം അവളെ എങ്ങനെയാണ് തൻ്റെ സ്വന്തമാക്കാനുള്ളതല്ല അതിനുള്ള തക്കം പാർത്തുകൊണ്ട് പ്രേപ്സ് ലഭിക്കുക കാത്തുകൊണ്ടിരുന്ന അർജുന അതിബലീയസ കാമേന ഭ്രമച്ചിത്ത ശന്നലേവേ. എന്തിനു പറയണു, ആ കാമദേവൻ ഒലച്ചിട്ടുള്ള മനസ്സ് കാരണം മനസ്സമാധാനത്തെ തീരില്ലാണ്ട് ഈ അർജുനനെന്ന് പറയുകയാണ്. ബലരാമൻ്റെ കൊട്ടാരത്തിലാണ് ഇപ്പോൾ ഇവിടെ സോദരിയെ കാണുന്നത്. അതുകൊണ്ട് രോഹിണീപുത്രിയാണെന്നുള്ള ആശയം കുറച്ചും കൂടി പ്രബലപ്പെടുന്നു. ഈ സന്യാസിമാരെയൊക്കെ പരിചരിക്കുക എന്നുള്ളത് ഒരു കന്യകാധർമ്മം ആണെന്ന് അതിപ്പോൾ കുന്തിദേവി കണ്ടില്ലേ, ദുർവാസാവിനെ സേവിച്ചു കന്യക ആയിരിക്കുന്ന കാലത്ത് അദ്ദേഹം കൊടുത്തുള്ള ആ ദേവഹൂതി എന്നുള്ള ആ വരം കൊണ്ടാണല്ലോ ഈ പാണ്ഡവമായ പുത്രന്മാരൊക്കെ ഉണ്ടായത്. അതേമാതിരി കന്യകമാരെ കൊണ്ട് സന്യാസിമാരെ വേണ്ട രീതിയിൽ പരിചരിക്കുക എന്നുള്ളത് പണ്ടുള്ളൊരു ധർമ്മമായിരുന്നു. അപ്പോൾ ശരിക്കും ബലരാമൻ സ്വാമിയുടെ അവിടെ ഗൃഹത്തിൽ ഭക്ഷണം വിളമ്പാനൊക്കെ ചെന്നപ്പോഴായിരിക്കാം സുഭദ്ര തന്നെ ആയിരിക്കും വിളമ്പിയുണ്ടാവുക. അതുകൊണ്ടായിരിക്കാം സുഭദ്രയെ കണ്ടത്. മഹത്യം ദേവയാത്രായം രഥസ്ഥം ദുർഗനിർഗതം ജഹാരാനുമതപിത്രോ കൃഷ്ണസ്യ ച മഹാരഥ രഥസ്ഥോ ധനുരാദായ ശൂരാംശ്ചാരുന്ധതോ പടൻ വിദ്രാവ്യ ക്രോശതാം സ്വാനം സ്വഭാഗം മൃഗരാടിവ. ഇങ്ങനെ തക്കം പാർത്ത് അർജുനൻ അവിടെ ദ്വാരകയിലും ചുറ്റിലും ഇങ്ങനെ കഴിയുകയാണ്. ഇടക്കിടക്ക് ബലരാമസ്വാമിയുടെ അന്തരത്തിൽ വരും, അദ്ദേഹത്തിൻ്റെ സ്വീകരണമൊക്കെ സ്വീകരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താണ് മഹത്യാം ദേവയാത്രയാം, ഒരിക്കലും വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു ഉത്സവം ഉണ്ടായി അവിടെ. അത് ദുർഗനിർഗതം അങ്ങനെ കോട്ടയുടെ പുറത്തിറങ്ങിയിട്ട് തേരിലൊക്കെ എഴുതും. അങ്ങനെ എല്ലാവരും കൂടെ പോയിരിക്കണം ബലരാമസ്വാമിക്ക. ആ സമയത്ത് രഥസ്ഥാം പിത്രോ കൃഷ്ണസ്യ അനുമത. അങ്ങനെ ആ ഉത്സവത്തിലെ യാത്രയിൽ ദ്രൗപദിയും ഈ സുഭദ്രയും പോകുന്നുണ്ട്. അപ്പോൾ ആ തേലിരിക്കുന്ന അവളെ അച്ഛൻ്റെയും കൃഷ്ണൻ്റെയൊക്കെ അനുമതിയോട് കൂടിയിട്ട് അർജുനൻ ഭടന്മാരെയൊക്കെ നിഷ്പ്രയാസം തോൽപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു സിംഹം തൻ്റെ ഭാഗം എന്നുള്ള വഴി ആ സുഭദ്രയെ ഇങ്ങോട്ട് അപഹരിച്ചു കൊണ്ടുപോയി. തച്ഛുത്വാ ക്ഷുഭിതോ രാമം
പർവണീവ മഹർണവ ഗൃഹീതപാദകൃഷ്ണേന സുഹൃദ്ഭി ചാന്വരമ്യത. ഇങ്ങനെ അർജുനൻ തൻ്റെ സഹോദരി സുഭദ്രയെ തേരിലേറ്റിക്കൊണ്ട് പോയി എന്ന് കേട്ടിട്ട് രാമ തത് ശ്രുത്വാ പർവണി മഹാർണവ, വേലിയേറ്റം വരെ വെളുത്ത ഭാഗം നാളിൽ വേലിയേറ്റം ഉണ്ടാവില്ല, അതുമാതിരിയുള്ള വൻ സമുദ്രം പോലെ ക്ഷോഭിച്ചവനായിട്ട് വേഗം അർജുനനെ വധിക്കാൻ വേണ്ടി ഓടി. അപ്പോഴേക്കും കൃഷ്ണേന സുഹൃദ്ഭിച ഗൃഹീതപാദ അന്വശമ്യത. അപ്പോഴേക്കും ഭഗവാൻ ശ്രീകൃഷ്ണനും മറ്റ് സുഹൃത്തുക്കളും എല്ലാവരും അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ച് അപേക്ഷിച്ച് അദ്ദേഹത്തിനെ സാന്ത്വനം സമാധാനിപ്പിച്ചു കേട്ടോ. പ്രാഹിണോൽ പാരിബർഹാണി വരവധോർമുദാവര മഹാതനോപസ്കരേഭ രഥാശ്വനരയോഷിത. അങ്ങനെ സമാധാനിപ്പിക്കപ്പെട്ട ബലരാമൻ സന്തോഷിക്കുകയും ചെയ്ത് ബല മുദ വരവധോ നവദമ്പതിമാർക്ക് മഹാതന ഉപസ്കര ഇഭരഥ അശ്വനരയോഷിത ധാരാളം സമ്പത്ത്, അലങ്കാര വസ്തുക്കൾ, ചതുരംഗ സേന, അതുമാതിരി ദാസിമാര് എന്ന് മാത്രമല്ല എന്നൊക്കെ പാരിപരിഹാണി ഇങ്ങനെ ഇതൊക്കെ പാരിതോഷികമായിട്ട് കൊടുക്കുകയും ചെയ്തു എന്ന് പറയുകയാണ്. ഈ സൂദ്രാവിവാഹം രാക്ഷസത്തിൻ്റെ കലർപ്പ് ചേർന്നുള്ള ഗാന്ധർവാണെന്നാണ് പറയുക. കാരണം ഭഗവാന്റെയും വസുദേവരുടെയൊക്കെ അനുവാദത്തോടു കൂടിയിട്ടാണ് പോയിട്ടുള്ളത് എന്ന് മാത്രമല്ല സുഭദ്രയ്ക്കും ഇഷ്ടമായിരുന്നു. ഈ വിവാഹ ചടങ്ങുകളൊക്കെ പിന്നെ ഇന്ദ്രപ്രസ്ഥത്തിലാണ് നടന്നത്. അപ്പോൾ അവിടെ യാദവരെല്ലാം സന്തോഷപൂർവ്വം അവിടെ ചെന്നതായിട്ടും ധർമ്മപുത്ര എല്ലാവരെയും സസന്തോഷം സ്വീകരിച്ചതായിട്ടൊക്കെ ഭാരതത്തിൽ പറയുന്നുണ്ട്. ശ്രീശുകോവാച കൃഷ്ണസ്യാസിൽ ദ്വിജശ്രേഷ്ഠ ശ്രുതദേവ ഇതി ശ്രുത കൃഷ്ണൈകഭക്ര്യാ പൂർണാർത്ഥ ശാന്ത കവിരളംബട. ശ്രീ ശിവബ്രഹ്മർഷി പിന്നെയും പറയാണ് ഭഗവാന് കൃഷ്ണൈകഭക്ര്യ, ഭഗവാനിലുള്ള ഏകാന്ത ഭക്തി കൊണ്ട് അത് മാത്രം കൊണ്ട് പൂർണ്ണമായ ആഗ്രഹങ്ങളെല്ലാം പൂർണ്ണമായി തീർന്നുള്ള ശാന്തനായിട്ടുള്ള ക്രാന്തദർശിയായിട്ടുള്ള ഒട്ടും വിഷയലംബടത്വം ഇല്ലാത്ത ശ്രുതദേവൻ എന്ന് പേര് പ്രസിദ്ധനായിട്ടുള്ള ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ ഉണ്ടായിരുന്നു. സുധാമാവിനെ പോലെ വേറെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ഭഗവത് ഭക്തന്റെ കഥയാണ് ശ്രുതദേവൻ. അദ്ദേഹം എങ്ങനെയാണ്? സ ഉവാസ വിദേഹേഷു മിഥിലായം ഗൃഹാശ്രമീ അനീഹയാഗതാഹാര്യ നിവർത്തിത നിജക്രിയ. ഗൃഹാശ്രമീ ഗൃഹസ്ഥാശ്രമിയായിട്ടുള്ള അദ്ദേഹം അനീഹയാ ആഗത ആഹാര്യ നിർവർത്തിത നിജക്രിയ. അതായത് വലിയ പ്രയത്നമൊന്നും ചെയ്യാണ്ട് എന്താ കിട്ടിയതുകൊണ്ട് സന്തോഷിക്കാന്ന് പറയും. അതുമാതിരി വന്നു ചേരുന്ന ആഹാരം കൊണ്ടും അതെല്ലാം അതുകൊണ്ടുള്ള മറ്റുള്ള ക്രിയകളെല്ലാം നിറവേറ്റിക്കൊണ്ട് എവിടെ അദ്ദേഹം താമസിച്ചിരുന്ന്? വിദേഹേഷു മിഥിലായാം ഉവാസ. വിദേഹ രാജ്യത്തിൽ മിഥിലാപുരിയിലാണ് അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നിരുന്നത്. യാത്രാമാത്രം ത്വഹരഹർ ദൈവാദുപനമത്യുത നാധികം താവതാതുഷ്ട ക്രിയാശ്ചക്രേ യഥോചിത. ദിവസം തോറും അഹരഹ യാത്രാമാത്രം തു ദൈവാൽ ഉപനമതി. അതായത് അദ്ദേഹത്തിന് വലിയ സമ്പാദ്യങ്ങളൊന്നുമില്ല, അന്നന്നൊക്കെ കഴിഞ്ഞുകൂടാനുള്ള വക. അതാണ് യാത്രാമാത്രം, ജീവിതയാത്രയ്ക്ക് അത്യാവശ്യം മാത്രം ഈശ്വരേച്ഛയാൽ അങ്ങനെ വന്നു ചേർന്നുണ്ടായെന്ന് പറയുകയാണ്. അധികം അതിലും കവിഞ്ഞത് എന്തെങ്കിലും ഉണ്ടായിച്ചാൽ പരിശ്രമിച്ചാലും ആവില്ലെന്ന് കരുതിയിലായിരുന്നു. പരിശ്രമമൊന്നും ഇല്ലാണ്ട് താവതാ, അതാ എന്താ കിട്ടിയത് വെച്ചാൽ അതുകൊണ്ട് തുഷ്ടനായിട്ട് യഥോചിത ക്രിയാചക്രേ, ആ ഉചിതങ്ങളായിട്ടുള്ള കർമ്മങ്ങളെയൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ എന്താ കിട്ടിയത് വെച്ചാൽ സന്തോഷിച്ചുകൊണ്ട് അങ്ങനെ കഴിഞ്ഞുകൂടിയ അദ്ദേഹം. തഥാ രാഷ്ട്രപാലോംഗ ബഹുളാശ്വ ഇതി ശ്രുത മൈഥിലോ നിരഹമ്മാന ഉപാവപ്യച്യുത പ്രിയൗ. അതേ സമയത്ത് ഹേ അംഗ പരീക്ഷിത്തെ ബഹുളാശ്വ ഇതിശ്വ, ബഹുളാശ്വൻ എന്ന് പ്രസിദ്ധനായിട്ടുള്ള മൈഥില തത് രാഷ്ട്രപാല, ആ മിഥിലാപുരിയുടെ, അതായത് വിദേഹ രാജ്യത്തെ രാജാവായിട്ടുള്ള മിഥിലാപുരിയുടെ രാജാവായിട്ടുള്ള ഇദ്ദേഹം ബഹുളാശ്വൻ ഉണ്ടായിരുന്നു. അദ്ദേഹവും എന്താണ് നിരഹമ്മാൻ, അദ്ദേഹത്തിന് യാതൊരു അഹംഭാവവും ഇല്ല ഉണ്ട്. ഉഭൗ രണ്ടുപേരും അച്യുത പ്രിയോ, ഭഗവാൻ ഏറ്റവും
പ്രിയപ്പെട്ടവരായിരുന്നു. ഈ മിഥിലാപുരിയിലെ രാജാവും അതുമാതിരി ഈ ശ്രുതദേവൻ എന്നുള്ള ഈ ബ്രാഹ്മണനും രണ്ടുപേരും വലിയ ഭഗവത് ഭക്തന്മാരായിരുന്നു. ഭഗവാൻ അവരെയും വലിയ ഇഷ്ടമായിരുന്നു. തയോ പ്രസന്നോ ഭഗവാൻ ദാരുകേണ ആഹൃതം രഥം ആരുഹ്യ സാകം മുനിഭിർ വിദേഹൻ പ്രയൗ പ്രഭു. തയോ പ്രസന്ന, അവരിൽ രണ്ടുപേരിലും പ്രസന്നനായ ഭഗവാൻ, പ്രഭുവായിട്ടുള്ള ഭഗവാൻ ദാരുകേണ ആകൃതം രഥം, ദാരുകനാൽ വരപ്പെട്ട തൻ്റെ തേരിൽ ആരുഹ്യ കയറിയിട്ട് മുനിബിസാകം ധാരാളം മഹർഷിമാരോട് കൂടിയിട്ട് വിദേഹ രാജ്യത്തിലേക്ക് അങ്ങനെ യാത്രയായി. ആരൊക്കെയാണ് മഹർഷിമാർ കൂടെ ഉണ്ടായിരുന്നത്? നാരദോ വാമദേവോ അത്രി കൃഷ്ണോ രാമോ സിതോ അരുണി അഹം ബൃഹസ്പതി കണ്വോ മൈത്രേയ ച്യവനാദയാ. നാരദ മഹർഷി, വാമദേവൻ, അത്രി മഹർഷി, സാക്ഷാൽ വേദവ്യാസൻ, പരശുരാമൻ, ആസീതൻ, അരുണി, അഹം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ, ശ്രീ ശിവബ്രഹ്മർഷി ഉണ്ടായിരുന്നു, ബൃഹസ്പതി, കണ്വൻ, മൈത്രേയൻ, ച്യവനൻ മുതലായിട്ട് ധാരാളം മഹർഷിമാരുണ്ടായിരുന്നു. തത്രതമായാന്തം പൗരാ ജാനപദാ നൃപ ഉപതസ്തു സാർഗ്യഹസ്ത ഗ്രഹൈ സൂര്യമിവോദിതം. പരീക്ഷിത്തേ, ഇങ്ങനെ ഇവരൊരു ഘോഷയാത്രയായിട്ട് മിഥിലാപുരിയിലേക്ക് പോവാണ് ഭഗവാനും ഈ മഹർഷിമാരും. ആ സമയത്ത് പൗരാ ജാനപദ, നഗരവാസികളും ഗ്രാമവാസികളുമായിട്ടുള്ള ജനങ്ങൾ സാർഗ്യഹസ്ത, പൂജാദ്രവ്യങ്ങളൊക്കെ കയ്യിൽ എത്തിക്കൊണ്ട് തത്ര അവിടെ ഇങ്ങനെ നിന്നുകൊണ്ട് ഗ്രഹൈ ഉദിതം സൂര്യം ച, മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം ഉദിച്ചു വരുന്ന സൂര്യനെ എന്ന പോലെ ആയാന്തം തം ഉപതസ്തു, അങ്ങനെ എഴുന്നള്ളി വരുന്ന ഭഗവാനെ അവരെല്ലാവരും ഉപചരിച്ചു. അർഘ്യപാദ്യങ്ങളൊക്കെ കയ്യിലെടുത്തുകൊണ്ട് ആനർത്ഥ ധന്വഗുരു ജാങ്കലകും കങ്കമത്സ്യ പാഞ്ചാല കുന്തിമധു കേകയ കോസലാർണ അന്യേച തന്മുഖസരോജമുദാരഹാസ സ്നിഗ്ധേക്ഷണം നൃപപുർ ദൃശിഭിർ നൃതാര്യ. ഒരു വലിയ ഘോഷയാത്രയായിട്ട് അനവധി രാജ്യങ്ങളിൽ കൂടെ അവരെയൊക്കെ തൻ്റെ ദർശനം കൊണ്ട് സന്തോഷിപ്പിച്ചുകൊണ്ടാണ് ഭഗവാൻ പോണത്. എന്താണ് ഈ പരീക്ഷത്തെ? അനർത്ഥം ധന്വം കുരു ജാങ്കലം കങ്കം മത്സ്യം പാഞ്ചാലം കുന്തി മധു കേകയം കോസലം ആർന്നങ്ങനെ ഓരോരോ ദേശങ്ങളിലുള്ള നൃനാര്യ സ്ത്രീകളും പുരുഷന്മാരും അന്യേജ വേറെ ദേശക്കാരും ഉദാരഹാസ സ്നിഗ്ധേക്ഷണം, നല്ല മനോഹരമായിട്ടുള്ള പുഞ്ചിരിയും സ്നേഹപൂർവ്വമുള്ള നോട്ടമുള്ള തൻ മുഖസരോജ, ആ ഭഗവാന്റെ മുഖകമലത്തെ ദൃശിഭി പപു, അങ്ങനെ അവർ ആ ഭഗവാനെ തങ്ങളുടെ കണ്ണുകളാകുന്ന പാനപാത്രം കൊണ്ട് അങ്ങനെ പാനം ചെയ്തു എന്ന് പറയുകയാണ് ഭഗവാന്റെ മനോഹരമായിട്ട് രൂപത്തിന്. തേഭ്യ സ്വവീക്ഷണ വിനഷ്ടതമിശ്രദൃഭ്യ ക്ഷേമം ത്രിലോകഗുരുരർത്ഥദൃശം ച യച്ഛൻ ശൃണ്വൻ ദിഗന്ധതവളം സ്വയശോശുഭഗ്നം ഗീതം സുരൈർ നൃപിരാഗാൽ ശനകൈർവിദേഹൻ. ത്രിലോകഗുരു ആയിട്ടുള്ള ഭഗവാൻ, ത്രിലോകഗുരു സ്വവീക്ഷണ വിനഷ്ട തമിശ്രദൃഭ്യ, തൻ്റെ ദർശനം കൊണ്ട് തന്നെ ഈ അതാണ് വിനഷ്ട തമിശ്രദൃഭ്യ, കണ്ണുകളുടെ അജ്ഞാനതിമിരം മുഴുവൻ ചേർന്ന് കഴിഞ്ഞിരുന്ന അവർക്ക് അർത്ഥദൃശം, അതായത് ജ്ഞാനപ്രകാശം ചേർന്ന കണ്ണും ക്ഷേമം ചൊപ്പം തന്നെ ക്ഷേമവും യച്ഛൻ അരുളിക്കൊണ്ട്, അതായത് ആ ഭഗവാന്റെ ദർശനം കൊണ്ട് തന്നെ അവരുടെ പാപങ്ങളെല്ലാം തീർന്നു, അവർ അജ്ഞാനമൊക്കെ മാറിയിട്ട് ആ ജ്ഞാനസൂര്യൻ്റെ പ്രകാശം അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു എന്ന് പറയുകയാണ്. യഥാർത്ഥത്തിലുള്ള അറിവ് വിദ്യ അവർക്ക് ലഭിച്ചു കഴിഞ്ഞു. എന്നിട്ടോ ക്ഷേമം നൽകിക്കൊണ്ട് ദിഗന്ധതവളം സുരൈ നൃഭി ഗീതം, എങ്ങനെയാണ് ഭഗവാന്റെ ആ മഹത്വം എങ്ങനെയാണ് എല്ലാ ദിക്കുകളിലും അങ്ങനെ വെണ്മ ചാർത്തുന്നതും ദേവന്മാരാലും മനുഷ്യന്മാരാലും പാടി പൊരുത്തപ്പെടുന്നതുമായിട്ടുള്ള അശുഭഗ്നം, എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്നതുമായിട്ടുള്ള സ്വയശ, തൻ്റെ കീർത്തിയെ ശൃണ്വൻ കേട്ടുകൊണ്ട് ശനകൈ വിദേഹാൻ അകാൽ, അവരെല്ലാവരും ആ ഭഗവാന്റെ കീർത്തിയെ എങ്ങനെ പാടി പോർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ കേട്ടുകൊണ്ടാണ് എങ്ങനെയല്ലോ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പാപങ്ങളെ തീർക്കുന്നതാണ് അത് ഭഗവാന്റെ ആ കീർത്തി യശസ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ദിക്കുകളെ മുഴുവൻ അങ്ങനെ വെണ്മ പൂശുന്നതായിട്ടുള്ള കീർത്തിയാണ്. അതങ്ങനെ കേട്ടുകൊണ്ടാണ് മെല്ലെ മെല്ലെ നടന്നിട്ട് വിദേഹ രാജ്യത്തിലേക്കാണ് ചെന്ന് ചേർന്നു. തേച്യുതം പ്രാപ്തമാകർണ്യ പൗരാജാനപദാ നൃപ
അഭിയുർമുദിതാസ്തസ്മൈ ഗൃഹീതാർഹണപാണയാ. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പോലെ തന്നെ ഈ പരീക്ഷത്തെ ഈ മിഥിലാപുരിയിലെ നാഗരികരും ഗ്രാമീണരുമായിട്ടുള്ള അവരെല്ലാവരും ഭഗവാൻ വന്നതായി കേട്ടിട്ട് മുദിത വളരെയധികം സന്തോഷത്തോടെ ഗൃഹീതാർഹണപാണി കയ്യിൽ പൂജാ സാമഗ്രികളൊക്കെ എടുത്തുകൊണ്ട് തസ്മൈ അഭിയോ അദ്ദേഹത്തിനെ എതിരേറ്റ് ചെന്നു. ദൃഷ്ട്വാ ഉത്തമശ്ലോകം പ്രീത്യുത്ഫുല്ലാനനാശയാം കൈധൃതാഞ്ജലി വിർന്നേമു സുതപൂർവം തഥാ മുനീൻ. അങ്ങനെ ഉത്തമ ശ്ലോകം ആ കീർത്തിമാനായിട്ടുള്ള ഭഗവാനെയും അപ്രകാരം തന്നെ തഥാ ശ്രുതപൂർവൻ മുമ്പ് കേട്ടറിവുള്ള മുനീൻ മഹർഷിമാരെയും കണ്ടിട്ട് പ്രീത്യുൽഫുല്ലാനനാശയ നല്ല സന്തോഷം കൊണ്ട് വിടർന്നുള്ള മുഖത്തോടും അന്ധക്കരനോടും കൂടിയിട്ടുള്ള അവരെ തേ, അതാണ് ദൃഷ്ട്വാത്ത ഉത്തമ ശ്ലോകം എന്ന് വരുകൊണ്ടാണ് അവിടെ താന്ന് പറഞ്ഞത്. തേ എന്നാണ് അവിടെ വാക്ക്. തേ ധൃതാഞ്ജലി വി കൂപ്പിക്കൊണ്ട് കൈ നെയ്മു, അതായത് ശിരസ്സുകളാൽ എല്ലാവരും അവരെ നമസ്കരിക്കുകയും ചെയ്തു. കം എന്ന് വെച്ചാൽ ശിരസ് നടത്തണതെന്നാണ്, ഇന്നാണ് കൈ എന്നുള്ള കൈ നെയ്മു ശിരസ്സുകളാൽ നമിക്കുകയും ചെയ്തു എന്നുള്ളത് വന്നത്. സ്വാനുഗ്രഹായ സംപ്രാപ്തം മന്വാനൗ തം ജഗദ്ഗുരും മൈഥിലശ്രുതദേവശ്ച പാദയോപേതതു പ്രഭോ. ആ അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ വേണ്ടി മിഥിലാപുരിയിലെത്തിയപ്പോൾ മിഥിലാ രാജാവായിട്ടുള്ള ബഹുളാസുരൻ വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഭഗവാന്റെ ഭക്തനായിട്ടുള്ള ശ്രുതദേവനും രണ്ടുപേരും ജഗദ്ഗുരും സ്വാനുഗ്രഹായ സംപ്രാപ്തം മന്വാനോ, രണ്ടുപേരും എന്താ വിചാരിച്ച് തന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടെന്ന് ഓരോരുത്തരും മന്വാനോ കരുതിക്കൊണ്ട് പ്രഭോ പാദയോ പേതതോ, ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ അങ്ങോട്ട് വീണ് നമസ്കരിച്ചു രണ്ടുപേരും. ന്യമന്ത്രയേതാം ദാശാർഹം ആദിത്യേന സഹദ്വിജൈ മൈഥിലശ്രുതദേവശ്ച യുഗവൽ സംഹതാഞ്ജലി. രണ്ടുപേരും, അതായത് ഒരാൾ ആ ചക്രവർത്തിയിലുള്ള മഹാരാജാവായിട്ടുള്ള ബഹുളാശ്വൻ, അത് മറ്റാളോ ഒരു സാധാരണ ബ്രാഹ്മണൻ. ഇവർ രണ്ടുപേരും സംഹതാഞ്ജലി ദാശാർഹം ദ്വിജൈ സഹ, രണ്ടുപേരും കൈകൂപ്പിക്കൊണ്ട് ഭഗവാനെ ആ ബ്രാഹ്മണരോടുകൂടി ആദിത്യേന അതിഥി പൂജയ്ക്കായിട്ട് ഒപ്പം യുഗപൽ ഒരു നിമന്ത്രയതാം ക്ഷണിച്ചു എന്ന് പറയാണ്. നിമന്ത്രയേതാം, അതായത് രണ്ട് ഇതായതുകൊണ്ട് ക്ഷണിച്ചു. ഭഗവൻ തദഭിപ്രേത്യ ദ്വയോ പ്രിയചികീർഷയ ഉഭയോരാവിശൽ ഗേഹം ഉപാഭ്യം തദലക്ഷിത. തൽ അഭിപ്രേത്യ, അത് മനസ്സിലാക്കിയിട്ട് ദ്വയോ പ്രിയചികീർഷയ, രണ്ടുപേരുടെയും ആഗ്രഹം എന്താ വെച്ചാൽ അത് സാധിപ്പിച്ചു കൊടുക്കണം എന്നുള്ള ഇച്ഛയോട് കൂടിയിട്ടുള്ള ഭഗവാൻ തദലക്ഷിത, അവരറിയാണ്ട് എന്ത് ചെയ്തു? ഉപാഭ്യാം ഉഭയോ ഗേഹം അവിശൽ, ഭഗവാൻ രണ്ട് രൂപങ്ങളെടുത്ത് ഒരേ സമയത്ത് ഇരുവരുടെയും ഗൃഹത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു എന്ന് പറയാണ്. ശ്രോതുമപ്യസതം ദൂരൻ ജനക സ്വഗൃഹാഗതൻ ആനീതേഷ്വാസനാഗ്രേഷു സുഖാസീനൻ മഹാമന പ്രവൃദ്ധ ഭക്ര്യാ ഉദ്ധർഷ ഹൃദയാസ്രാവിലേക്ഷണ നത്വാ തദംഗ്രീൻ പ്രക്ഷാള്യ തദവോ ലോകപാവനി സ കുടുംബോ വഹന്മൂർധ്ന പൂജയൻ ചക്ര ഈശ്വരൻ ഗന്ധമാല്യാംബരാകൽപ ധൂപദീപാർഘ്യഗോ വൃഷൈ. ആദ്യം ബഹുളാച്ചൻ്റെ ആ രാജധാനി ചെന്നുള്ള ആ സ്വീകരണത്തിനെ പറ്റിയാണ് പറയുന്നത്. പ്രവൃദ്ധ ഭക്തിയാ, അങ്ങനെ ഏറ്റവും വർദ്ധിച്ചുള്ള ഭക്തി കൊണ്ട് ഉദർഷ ഹൃദയാശ്രവിലേക്ഷണ, ആ അതിലെ ആ ഭക്തി കൊണ്ട് അങ്ങനെ ആനന്ദഭരിതനായിട്ട് അലിഞ്ഞ ഹൃദയത്തോടു കൂടിയിട്ട് ആനന്ദഭാഷം നിറഞ്ഞ കണ്ണുകളോട് കൂടിയിട്ട് മഹാമനാ ജനക മനസ്കനായിട്ടുള്ള മിഥിലാ രാജാവായിട്ടുള്ള അദ്ദേഹം ആസാദാം ശ്രോതുമപി ദൂരാൻ, ദുർജനങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നതിലും ദൂരത്തിരിക്കുന്നവരും സ്വഗൃഹാഗതൻ തൻ്റെ ഗൃഹത്തിലേക്ക് സ്വയം വന്നു ചേർന്നിരിക്കുന്നവരും ആനീതേഷു കൊണ്ടുവന്ന് നൽകപ്പെട്ട ആസനാഗ്ര വിശിഷ്ട ആസനങ്ങളിൽ സുഖാസീനാൻ സസുഖം ഇരുന്നരുളുന്നവരുമായിട്ടുള്ള അവരെ, അതായത് ഭഗവാനെയും ആ കൂടെയുള്ള മഹർഷിമാരെയും നത്വ നമസ്കരിച്ചിട്ട്
തദംഘ്രീൻ പ്രക്ഷാല്യ അവരുടെ പാദങ്ങളെയൊക്കെ കഴുകിച്ച് ലോകപാവനീ തദവ ആ ലോകങ്ങളെ മുഴുവൻ വിശുദ്ധീകരിക്കുന്ന ആ തീർത്ഥത്തെ കുടുംബസമേതനായിട്ട് മൂർധനാവഹൻ ശിരസാൽ വഹിച്ചുകൊണ്ട് ഈശ്വരാൻ ആ ഈശ്വരന്മാർ തന്നെയായിട്ടുള്ള അവരെ ഗന്ധമാല്യ അംബരാകൽപ്പ ധൂപദീപാർഘ്യ ഗോവൃഷൈ ഗന്ധമുള്ള പൂമാലകൾ, വസ്ത്രാഭരണങ്ങൾ, ധൂപദീപങ്ങൾ, ഗോവൃഷഭങ്ങൾ ഇതൊക്കെ നൽകിക്കൊണ്ട് വേണ്ട രീതിയിൽ ശ്രേഷ്ഠമായിട്ടുള്ള രീതിയിൽ പൂജിച്ചു എന്ന് പറയുകയാണ്. ഇദ്ദേഹം മഹാരാജാവാണേ. എന്നിട്ടോ വാചാ മധുരയാ പ്രീണൻ ഇതമാഹാന്നതർപ്പിതൻ പാദാവംഗഗതൗ വിഷ്ണോ സംസ്പൃശൻ ശനകൈർമുദാ അന്നതർപ്പിതൻ. അതിനുശേഷം അവരെ എല്ലാവരെയും ഭക്ഷണം നൽകി തൃപ്തിപ്പെടുത്തിയിട്ടുള്ള ശേഷം മധുരയാ വാചാ പ്രീണൻ വളരെ മധുരമായിട്ടുള്ള വാക്കുകളാൽ അവരെയൊക്കെ സന്തോഷിപ്പിച്ചുകൊണ്ടും അംഗഗതൗ വിഷ്ണോ പാദൗ മുദാ സംസ്പൃശൻ എന്ത് ചെയ്യുന്നു? ഇദ്ദേഹം എവിടെ ഇരിക്കണത്? ഭഗവാനെ ആസനത്തിലിരുത്തിയിട്ട് ഭഗവാന്റെ കാൽക്കൽ അങ്ങനെ ഇരുത്താനും ഭഗവാന്റെ പാദങ്ങൾ തൻ്റെ മടിയിൽ വെച്ചുകൊണ്ടാണ് ഇരിക്കണത്. എന്നിട്ട് ആ പാദങ്ങളെ മുദാ സംസ്പൃശൻ മെല്ലെ മെല്ലെ തലോടിക്കൊണ്ടും ശനകൈ ഇതം ആഹാ ഇപ്രകാരം ഭഗവാനോട് സാവധാനത്തിൽ പറയാൻ തുടങ്ങി. എന്താണ്? രാജോവാച ഭവാൻ ഹി സർവഭൂതാനാം ആത്മാ സാക്ഷി സ്വദൃഗ്വിഭോ അതനസ്ത്വൽപദാംഭോജം സ്മരതം ദർശനം ഗതാ. രാജാവ് പറയാണ്, ഹേ വിഭോ മഹാപ്രഭു ആയിട്ടുള്ള ഭഗവാനെ, ഭവാൻ ഹി സ്വദൃഗ് അങ്ങാണ് യഥാർത്ഥത്തിൽ സ്വയം പ്രകാശിക്കുന്നവനാണ്, എല്ലാ ഭൂതങ്ങളുടെയും ആത്മാവാണ്, സർവസാക്ഷിയാണ്. അതുകൊണ്ട് ത്വൽപദാംബോജം അത് അങ്ങയുടെ പാതാരവിന്ദത്തെ സ്മരതാം ന ദർശനം ഗത. അതുകൊണ്ടാണ് അങ്ങയുടെ സ്മരിക്കുകൊണ്ട് അങ്ങയെ പറ്റി സ്മരിച്ചപ്പോൾ തന്നെ എല്ലാവരുടെയും അന്തര്യാമിയായിട്ട് സാക്ഷിയായിരിക്കുന്ന ആത്മാവായിരിക്കുന്ന ആയിട്ട് അങ്ങയ്ക്കത് മനസ്സിലായി. അതുകൊണ്ടാണ് അങ്ങപ്പോൾ എന്നെ ദർശിക്കാൻ വേണ്ടി അങ്ങയുടെ ദർശനം എനിക്ക് തരാൻ വേണ്ടി ഇതാ ഇവിടെ എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. സ്വവച തദൃതം കർത്തും അസ്മദൃഗോചരോ ഭവൻ യഥാർത്ഥൈകാന്തഭക്തന്മേനാനന്ദ ശ്രീരജപ്രിയ. അതായത് അങ്ങ് പണ്ട് പറഞ്ഞിട്ടുണ്ട്, മേ എനിക്ക് അനന്തനോ, അതായത് ഭഗവാന്റെ അംശമുള്ള ശേഷം ഭഗവാൻ ശ്രീ സാക്ഷാൽ ലക്ഷ്മി ദേവിയോ അജ ബ്രഹ്മാവോ ആരും ഏകാന്ത ഭക്താലിനപ്പം അവരെക്കാട്ടിലൊക്കെ എനിക്ക് ഏറ്റവും പ്രിയം ആരാണ്? എൻ്റെ ഏകാന്ത ഭക്തനാണ് എന്ന് എന്ന് നിന്തിരുപടി പറഞ്ഞുവോ. തത്സ്വവച തൻ്റെ വാക്യത്തെ ഋതം കർത്തും സത്യമാക്കി തീർക്കുവാൻ വേണ്ടിയിട്ടാണ് ഭവാൻ അസ്മൽ ദൃഗോദര അങ്ങ് ഞങ്ങളുടെ കണ്ണുകൾക്ക് ദൃഷ്ടി വിഷയീഭവിച്ചിരിക്കുന്നത്. കോന്നു ത്വൽ ചരണാംഭോജം ഏവം വിസൃജേൽ പുമൻ നിഷ്കിഞ്ചനാനാം ശാന്താനാം മീനം യസ്ത്വമാത്മദ. ആർക്കാണ് ഭഗവാനെ അങ്ങയുടെ അത്ര ശ്രേഷ്ഠനായിട്ടുള്ള അങ്ങയുടെ ആ ചരണാംബോജത്തെ എങ്ങനെയാണ് ഈ കാര്യം അറിയുന്ന ഈ അപ്രകാരം അറിയുന്ന ആർക്കാണ് ത്യജിക്കാൻ കഴിയുക ചോദിക്കുകയാണ്. കാരണം എന്താണ്? നിഷ്കിഞ്ചനാനാം ശാന്താനാം മുനീനാം ത്വം ആത്മത. അതായത് അങ്ങല്ലാണ്ട് വേറെ ഒരു ധനമില്ലാണ്ടുള്ള ആൾക്കാർ, അതുമായി ശാന്തന്മാരായിട്ടുള്ള മുനികളായിട്ടുള്ള ആരെ കണ്ടോ അവർക്ക് എല്ലാവർക്കും ആത്മത തന്നെ ദാനം ചെയ്യുന്നവനാണ് അങ്ങനെയുള്ള ആ ഇന്ദിരയുടെ പാദകമലത്തെ എങ്ങനെയാണ് ആ അറിയുന്ന ആൾ ഉപേക്ഷിക്കുക എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ പറഞ്ഞില്ലേ, ആദിശേഷൻ എന്ന് പറഞ്ഞാൽ ആദിശേഷനോ ബ്രഹ്മാവോ ലക്ഷ്മി ദേവിയോ എന്ന് പറഞ്ഞ ഏകാന്ത ഭക്തരേക്കാൾ ആരാ ആദിശേഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭ്രാതൃസ്ഥാനാണ്, ബലരാമസ്വാമിയാണ്. ബ്രഹ്മാവിന് മഹാവിദ്യർക്കുമ്പോൾ പുത്രസ്ഥാനമുണ്ട്, ലക്ഷ്മി ദേവിക്ക് തൻ്റെ പത്നി. ഇതിനേക്കാളിലൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ടവർ ഭഗവാന്റെ ഏകാന്ത ഭക്തന്മാരാണെന്നാണ് ഇവിടെ രാജാവ് പറയണത്. യോവതീര്യ യഥോർവംശേ നൃണം സംസരതാമിഹ യശോ വിദേനേ തച്ഛാന്ത്യൈ ത്രൈലോക്യവൃജിനാവഹം യത്വം യാതൊരു നിന്തിരുവടി ഇഹ സംസരതാം നൃണാം തച്ഛ. ഈ ലോകത്തിലെ സംസാരത്തിന് അധീരന്മാരായിട്ടുള്ള സാധാരണ മനുഷ്യർക്ക് അതിൻ്റെ ശമനത്തിന് എന്തു ചെയ്തു? യത്വം യഥോ വംശേ അവധി ആ നിന്തിരുവടി യാതൊരു നിന്തിരുവടി
ഈ യദുവംശത്തിൽ അവതരിച്ചിട്ട് ത്രൈലോക്യ വൃജിനാവഹം 3 ലോകത്തിലുമുള്ള ജനങ്ങളുടെ കഷ്ടപ്പാടിനെ നശിപ്പിച്ചു കളയുന്ന യേശ വിധേനെ അങ്ങയുടെ സൽകീർത്തിയെ 3 ലോകത്തിലും വ്യാപിപ്പിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള നമസ്തുഭ്യം ഭഗവതേ കൃഷ്ണായ അകുണ്ഠമേധസേ നാരായണായ ഋഷയേ സുശാന്തം തപഈയുഷേ. അകുണ്ഠമേധസേ അതായത് ഒരിക്കലും കുണ്ഠത തട്ടാത്ത അറിവ് ജ്ഞാനത്തോടു കൂടിയവനായ നാരായണനായ ഋഷിയായി ഇരുന്ന് സുശാന്തം തപ ഈയുഷേ. നാരായണ ഋഷി എന്നുള്ള പേരിൽ പരമശാന്തമായിട്ടുള്ള തപസ്സിനെ അനുഷ്ഠിച്ചു വരുന്ന ഭഗവതേ തുഭ്യം ഭഗവാനെ അങ്ങയ്ക്ക് നമസ്കാരം. അങ്ങ് ജ്ഞാനസ്വരൂപനാണെങ്കിലും കൂടിയിട്ട് ലോകത്തിൻ്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടിയിട്ട് ആ തപസ്സിനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങ്. അങ്ങയ്ക്ക് അങ്ങനെയുള്ള ശാന്തമായിട്ടുള്ള തപസ് അനുഷ്ഠിക്കണം. അങ്ങയ്ക്ക് നമസ്കാരം. ദിനാനുഗതിയിൽ ഭൂമൻ ഗൃഹന്നോ നിവസൻ ദ്വിജൈ സമേത പാദരജസാ പുനീഹിതം നിമേകുലം. ഇനി ഭൂമൻ, എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ. എന്താണ്? ബ്രഹ്മസ്വരൂപമായവനെ ദ്വിജൈ സമേത, ഈ ബ്രാഹ്മണന്മാരോട് കൂടിയിട്ട്, അതായത് അങ്ങയുടെ കൂടെ വന്നുള്ള മഹർഷിമാരോട് കൂടി നീ എന്തിരുവടി ഗൃഹാൻ, ഞങ്ങളുടെ ഗൃഹങ്ങളിൽ കതിജിൽ ദിനാനി, കുറച്ച് ദിവസങ്ങളോളം നിവസിച്ചുകൊണ്ട് പാദരജസ, ഭഗവാന്മാരുടെ തൃപ്പാദ പാംസുക്കളാൽ നിമേ കുലം പുനീഹി, ഞങ്ങളുടെ കുലത്തിനെയും, അതായത് നിമി ചക്രവർത്തിയുടേതായുള്ള കുലം, ഈ മിഥിലാവംശ വിദേഹ വംശത്തെ മുഴുവൻ ശുദ്ധീകരിക്കണേ, പരിശുദ്ധിയാക്കി തീർക്കണേ എന്നാണ് പ്രാർത്ഥന. ഇത്യുപാമന്ത്രിതോ രാജ്ഞ ഭഗവാൻ ലോകപാവന ഉവാസ കുർവൻ കല്യാണം മിഥിലാനരയോഷിതം. അങ്ങനെ ഭഗവാൻ രാജ്ഞാ ഇതി ഉപാമന്ത്രിത, ഇപ്രകാരം ബഹുളാസുര രാജാവിനാൽ അഭ്യർത്ഥിതനായിട്ട് ലോകഭാവന, ലോകകർത്താവായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ മിഥിലാനരയോഷിതം കല്യാണം കുറുവൻ, ആ മിഥിലാപുരിയിലെ സ്ത്രീപുരുഷന്മാർക്ക് മംഗളത്തെ വരുത്തിക്കൊണ്ട് അവിടെ കുറച്ച് ദിവസം അങ്ങനെ താമസിച്ചു. ഈ മറ്റേ വേറെ 2 ദിക്കിലും പോയില്ലേ? മറ്റോ ശ്രുതദേവോ അച്യുതം പ്രാപ്തം സ്വഗൃഹാൻ ജനകോ യഥാ നത്വാ മുനിൻ സുസംഹൃഷ്ടോ ദുന്വൻ വാസോ നർത്തഃ. ഇവിടെ എങ്ങനെയുണ്ടായി? ഈ ബഹുളാസുരൻ്റെ അവിടെ ആ ഭഗവാനും ആ മഹർഷിമാനും ചെന്നപ്പോൾ സ്വീകരണം അതേമാതിരി തന്നെയായിരുന്നു മറ്റോടത്തും. എങ്ങനെയാണ്? ശ്രുതദേവ ജനക രാജാവ് എങ്ങനെ അതേവിധം സ്വഗൃഹാൻ പ്രാപ്തം, തൻ്റെ ഗൃഹത്തിലേക്ക് വന്നവനായ അച്യുതനെയും മഹർഷിമാരെയും നത്വ നമസ്കരിച്ചിട്ട് സുസംഹൃഷ്ട, വളരെയധികം വർദ്ധിച്ച സന്തോഷത്തോടു കൂടിയവനായിട്ട് വാസധുന്വൻ നനർത്തഃ, തൻ്റെ ഉത്തരീയ വസ്ത്രത്തെ ഇങ്ങനെ വീശി എറിഞ്ഞുകൊണ്ട് അങ്ങനെ തുള്ളിച്ചാടി ആനന്ദം കൊണ്ട് നിന്നിട്ടോ. തൃണഭീഡ ഋഷീഷ്വേതാനീതേഷു ഉപവേശ്യത സ്വാഗതേന അഭിനന്ദ്യ അംഗ്രീൻ സഭാര്യോ അവനിജേ മുദാ. താൻ അവരെയെല്ലാം ആനീതേഷു കൊണ്ടുകൊടുക്കപ്പെട്ട തൃണപീഠ ബ്രസീഷു, എന്താണ് അദ്ദേഹത്തിൻ്റെ വലിയ സിംഹാസന കൊട്ട, അതിൽ കേമായിട്ടുള്ള രത്നം കൊണ്ടുള്ള ആസനങ്ങളൊന്നുമില്ല. ആ ദർഭപ്പുല്ലുള്ള പുൽപ്പായ ഉണ്ടല്ലോ, അതങ്ങനെ വിരിച്ചു കൊടുത്തിട്ട് അതിൽ ഇരുത്തിയിട്ട് അവരെയൊക്കെ സ്വാഗതവാക്കുകളാൽ അഭിനന്ദിച്ചതിന് ശേഷം അദ്ദേഹം ഭാര്യാസമേതനായിട്ട് സന്തോഷത്തോടെ ഭഗവാന്റെ അവരെയൊക്കെ കാലുകളൊക്കെ കഴിച്ചു. എന്നിട്ടോ തദംബസാ മഹാഭാഗ ആത്മാനം സ്വഗൃഹാന്വയം സഗൃഹാന്വയം സ്നവയാഞ്ചക്ര ഉദ്ധർഷോ ലബ്ധ സർവമനോരഥ. അദ്ദേഹവും ആ ഭാഗ്യവാനായിട്ടുള്ള അദ്ദേഹവും ഉദ്ധർഷ, വളരെ സന്തോഷത്തോടു കൂടിയവനായിട്ട് ലബ്ധ സർവ മനോരഥ, എല്ലാ മനോരഥങ്ങളും സഫലമായിട്ടുള്ളവനായിട്ടുള്ള ആ ശ്രുതദേവൻ സഗൃഹാന്വയം, തൻ്റെ ഗൃഹത്തിലും കുടുംബത്തോടു കൂടിയിട്ടുള്ള എല്ലാവരെയും ചേർന്ന് ആത്മാനം തത് അംബസാ സ്നാപയാൻ ചക്രേ, ഗൃഹത്തിലുള്ള എല്ലാവരും താനും ആ മഹർഷിമാരുടെയും ഭഗവാന്റെയും പാദതീർത്ഥ ജലം കൊണ്ട് അഭിഷേകം ചെയ്തു തങ്ങളെ ശിരസിൽ. ഫലാർഹണോ ശീരശവാമൃതംബു ഫലാർഹണോ ശീര ശിവാമൃതംബുഭിർ മൃദാസുരഭ്യ തുളസീകുശാംബുജൈ ആരാധയാമാസ യഥോപപന്നയാ സവല്യയാ സത്വവിവർദ്ധനാന്തസ. എന്താണ് ഇതിനവിടെ കൊടുക്കാനുള്ളത്? ഫല അർഹണ ഉശിരീ ശിവ അമൃത അംബുവി, നല്ല ഫലങ്ങൾ, പൂജാദ്രവ്യങ്ങൾ. ഇതാണ് ഉശരി എന്ന് പറഞ്ഞാൽ
രാമച്ചത്തിൻ്റെ വേരുകൊണ്ടുള്ള നല്ല വാസനയും തണുപ്പുമൊക്കെ ഉള്ള അമൃതതുല്യമായിട്ടുള്ള ജലം ഇതൊക്കെ കൊടുത്തുകൊണ്ടും സുരഭ്യ സുഗന്ധമുള്ള മൃത മണ്ണുകൊണ്ടും തുളസി കുശാംബു തുളസി കുശാം താമര എന്നിവ കൊണ്ടും സത്വവിവർദ്ധനാന്ത സത്വഗുണം വളർത്തുന്ന വിശിഷ്ടമായിട്ടുള്ള അന്നം കൊണ്ടും യഥോപന്നയ അതായത് അനായാസേന ലബ്ധമായിരിക്കുന്ന ആ തൻ്റെ കയ്യിലുള്ള സാധനങ്ങളേക്കുള്ള പൂജാ സാമഗ്രികളെ കൊണ്ട് അവരെല്ലാവരെയും ആരാധിച്ചു. സതർക്കയാമാസ കുതോമന്വഭൂൽ കാന്തകൂപേ പതിതസ്യ സംഗമായ സർവതീർത്ഥാസ്പദപാദരേണുഭി കൃഷ്ണേന ജാസ്യാത്മനികേതഭൂസുരൈ. എന്നിട്ടോ അദ്ദേഹം അങ്ങനെ ചിന്തിച്ചു പോയി. എന്താണ്? സ തർക്കയാമാസ ഗൃഹാന്തകൂപേ പതിതസ്യ മമ, ഈ ഗൃഹസ്ഥാശ്രമാകുന്ന ഈ പൊട്ടക്കിണറ്റിൽ അങ്ങനെ വീണവനായിട്ടുള്ള എനിക്ക് കൃഷ്ണേന ഭഗവാനോടും സർവതീർത്ഥാസ്പദ പാദരേണുഭി അസ്യ ആത്മനികേത ഭൂസുരൈച, സർവതീർത്ഥങ്ങൾക്കും ആസ്പദഭൂതമായ പാദധൂളികളോട് കൂടിയിട്ടുള്ളവരും ഈ ഭഗവാന്റെ ആ സ്വരൂപത്തിന് നിവാസസ്ഥാനമായിട്ട് ഭവിച്ചിരിക്കുന്നതുമായ ഈ മഹാബ്രാഹ്മണരോട് കൂടിയിട്ടുള്ള ഈ സംഗമം സംഗമ അത് എങ്ങനെ എനിക്ക് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് അദ്ദേഹം അങ്ങനെ ചിന്തിച്ചു പോയി എന്ന് പറയുകയാണ്. തൻ്റെ ഭാഗ്യാദേഹത്തിനെ പറ്റി ചിന്തിക്കുകയാണ്. സ്വൂപവിഷ്ടൻ കൃതാദിത്യൻ ശ്രുതദേവ ഉപസ്ഥിത സഭാര്യ സ്വജനാവാത്യ ഉവാചാംഘ്രഭിമരിശന. സ്വജനാപത്യ സഭാര്യ സ്വജനാപത്യ ഉവാചാംഘ്രഭിമർശന. സഭാര്യ സ്വജനാപത്യ തൻ്റെ പത്നിയോടും സ്വജനങ്ങളോടും തൻ്റെ സന്തതികൾ അപത്യങ്ങൾ കുട്ടികളോടും കൂടി ചേർന്നിട്ടുള്ള ആ ശ്രുതദേവൻ കൃതാദിത്യാൻ തന്നാൽ ചെയ്യപ്പെട്ട അതിസൽസതിഥി സൽക്കാരത്തോട് കൂടിയവനും സൂപവിഷ്ടൻ നല്ല സന്തോഷത്തോടെ ഇരിക്കുന്നവനുമായ അവരുടെ അടുത്ത് ചെന്നിട്ട് കൃതപാദാഭിമർശനം നേരത്തെ രാജാവ് ചെയ്തമാതിരി തന്നെ അവരുടെ കാലൊക്കെ തടവി കൊടുത്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. ശ്രുതദേവ ഉവാച നാദ്യനോ ദർശനം പ്രാപ്ത പരമപൂരുഷ യർഹീദം ശക്തിവിസൃഷ്ട്വാ പ്രവിഷ്ടോ ഹ്യാത്മസത്തയാ. പരമപൂരുഷ ഭവാൻ ശ്രുതദേവൻ പറയുകയാണ്, പരമപുരുഷനായിട്ടുള്ള അങ്ങ് ആദ്യപരം ഇന്നു മാത്രമാണ് ന ദർശനം പ്രാപ്ത, ഇന്ന് ഞങ്ങളുടെ ദർശനത്തെ പ്രാപിച്ചത് എന്നില്ല. യർഹി കാരണം എപ്പോഴോ മുതൽ ശക്രിവി ഇതം സൃഷ്ട്വാ ആത്മസത്തയാ പ്രവിഷ്ട ഹി, അതായത് ഇപ്പം ഞങ്ങളുടെ കണ്ണിന് മുമ്പിൽ ദർശനം തന്നില്ല, പക്ഷേ യഥാർത്ഥത്തിൽ ആ അങ്ങയുടെ ശക്തികളോട് കൂടിയിട്ട് ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ സൃഷ്ടിച്ചിട്ട് തൻ്റെ ആത്മസത്തയോട് കൂടിയിട്ട് ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും അന്തരാത്മാവായിട്ട് അങ്ങ് ഞങ്ങളെല്ലാവരെയും കൂടെ തന്നെ ഉണ്ട്. ഇപ്പോഴാണ് അങ്ങനെ ഇങ്ങനെ ചെറിയൊരു ദർശനം കിട്ടിയതെന്ന് മാത്രമേ ഉള്ളൂ. യഥാശയാന പുരുഷോ മനസൈവാത്മമായയാം സൃഷ്ട്വാ ലോകം പരം സ്വാപ്നം അനുവിശ്യാവഭാസതേ. ശയാന ഏക ഏവ കിടന്നുറങ്ങുന്ന ഒരേയൊരു പുരുഷൻ മനുഷ്യൻ തന്നെ ആത്മമായയാ തൻ്റെ മായാവൈഭവത്താൽ മോഹിതമായ മനസ്സുകൊണ്ട് മനസാ യഥാ പരം സ്വാപ്നം ലോകം സൃഷ്ട്വാ അനുവിശ്യ അവഭാസതേ. ഏത് മാതിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉണ്ടായിട്ട് ഉള്ളിൽ ഇരുന്നിട്ട് ഇങ്ങനെ അന്തര്യാമി ഇരിക്കുന്ന സമയത്തും ഇത് ദർശനം തന്നെ ഏത് മാതിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു പുരുഷൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ചിന്തകളെ കൊണ്ട് എന്ത് ചെയ്യണു, ആ പ്രപഞ്ചം ഒരു പുതിയൊരു സ്വപ്നലോകം ഉണ്ടാക്കി തരുന്നു, സ്വപ്നം കാണുന്നു. യഥാർത്ഥത്തിൽ വാസ്തവമല്ല അത്. അങ്ങനെ ആ ലോകത്തിനെ സൃഷ്ടിച്ച് അതിൽ പ്രവേശിച്ച് അതിലങ്ങനെ പല രൂപത്തിലും വിലസനില്ലേ സ്വപ്നം കാണുന്നില്ലേ, അത് മാതിരിയേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇതൊന്നും വാസ്തവമല്ല, യഥാർത്ഥത്തിൽ ഭഗവാൻ അങ്ങ് മാത്രമേ ഉള്ളൂ എന്നാണ് ഈ വിദ്യം പറയണത്. ശൃണ്വതാം ഗതതാം ശശ്വൽ അർച്ചതാം ത്വാഭിവന്ദതാം ഋണം സംവദതാം അന്തർഹൃദിവാസ്യമലാത്മനം. ശശ്വൽ ശൃണ്വതാം ഗതതാം ത്വാ അർച്ചത, എപ്പോഴും അങ്ങയെപ്പറ്റി കേൾക്കുന്നവരും അതുമാതിരി അങ്ങയെപ്പറ്റി പറയുന്നവരും അങ്ങയെ പൂജിക്കുന്നവരും അങ്ങയെ വണങ്ങുന്നവരും അങ്ങയെപ്പറ്റി മാത്രം അന്യോന്യം സംഭാഷണം ചെയ്യുന്നവരുമായ അമലാത്മനാം നൃണാം നിർമ്മല മനസ്കന്മാരായിട്ടുള്ള മനുഷ്യന്മാരുടെ അന്തർഹൃദി ഭാസി, അങ്ങ് എപ്പോഴും അവരുടെ ഹൃദയാന്തർഭാഗത്തിൽ അങ്ങനെ വിളങ്ങിക്കൊണ്ടിരിക്കണു ഭഗവാനെ. ഹൃദിസ്തോപ്യതിദൂരസ്ഥ
കർമ്മ വിക്ഷിപ്തചേതസം ആത്മശക്തി വിരഹ്യാഗ്യോപ്യന്ത്യുവേദ ഗുണാത്മനം. 45-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണ്? ഈ സ്വപ്നലോകം എന്ന് പറഞ്ഞാൽ അത് മിഥ്യയാണ്. എന്നാലോ ആ സ്വപ്നലോകത്തിൽ വിഹരിക്കുന്ന മനസ്സുണ്ടല്ലോ, ഉറങ്ങിക്കുന്ന ആളുടെ മനസ്സ്, അത് വാസ്തവാണെങ്കിലും അതുമാതിരിയാണ് ഈ പ്രപഞ്ച സൃഷ്ടിയുടെയും തത്വം എന്ന് പറയുകയാണ്. മനസ്സ് ഈശ്വരനും ഈ മിഥ്യാപ്രപഞ്ചം മുഴുവൻ സ്വപ്നം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആ പ്രപഞ്ചം മുഴുവൻ മിഥ്യയാണ്, എന്നാൽ അത് സങ്കല്പിക്കുന്ന ഈശ്വരൻ അത് സത്യമാണ്. അതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. എന്നിട്ടോ നേരത്തെ പറഞ്ഞില്ലേ, ആ സത്തുക്കളായിട്ടുള്ള ആൾക്കാരുടെ ഹൃദയത്തിൽ എപ്പോഴും അങ്ങ് ശോഭിക്കുന്നു. അതേസമയത്ത് കർമ്മവിക്ഷിപ്ത ചേതസാം ഹൃദിസ്ഥ അവി, സാധാരണ കർമ്മങ്ങളിൽ അങ്ങനെ കർമ്മവാസനകളിൽ മുഴുകിയിട്ട് മനസ്സ് വിക്ഷിപ്തമായിട്ടുള്ള ആൾക്കാരുടെ ഹൃദയത്തിൽ അങ്ങ് സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിലും അതിദൂരസ്ഥനാണ് അങ്ങ്. കാരണം അവർക്ക് അറിയാൻ കഴിയില്ല എന്ന് പറയാണ്. ഉപേത ഗുണ ആത്മന, നിർമ്മല ഹൃദയത്തോടു കൂടിയവർക്ക് ആത്മശക്തി വി അഗ്രാഹ്യ അവി അന്തി, അതായത് മായാശക്തികളെ കൊണ്ട് യഥാർത്ഥത്തിൽ ഈ ദൂരസ്ഥനാണ് ആർക്ക്? കർമ്മവാസനകളിൽ മുഴുകിയുള്ള ആൾക്കാർക്ക്. എന്നാലോ നിർമ്മല ഹൃദയന്മാരായിട്ടുള്ള ആൾക്കാർക്ക് അങ്ങ് വളരെ അടുത്താണേനും. നമോസ്തുതേധ്യാത്മവിദം പരാത്മനെ അനാത്മനെ സ്വാത്മവിഭക്തമൃത്യവേ സകാരണാകാരണലിംഗമീയുഷേ സ്വമായയാ സംവൃതരുദ്ധദൃഷ്ടയേ. ഭഗവാനെ അങ്ങയ്ക്ക് നമസ്കാരം. എങ്ങനെയാണ്? ആധ്യാത്മവിദാം പരാത്മനെ, ആത്മാവിനെ അറിയുന്ന ആൾക്കാർക്ക് അങ്ങ് പരമാത്മാവാണ്. അനാത്മനെ, ആത്മാവിനെ അറിയാത്തവർക്ക് സ്വാത്മവിഭക്ത മൃത്യവേ, തന്നിൽ നിന്ന് വിഭജിക്കപ്പെട്ടുള്ള മൃത്യുവായിട്ടും അങ്ങ് കാണപ്പെടുന്നു പറയാണ്. സ കാരണാകാരണലിംഗം, ഈ എന്താണ് മഹത്വത്വാദി കാര്യത്തെയും അതുമാതിരി പ്രകൃതിയാകുന്ന കാരണത്തെയും ഈയുഷേ പ്രാപിച്ചിരിക്കുന്നവനായിട്ടും സ്വമായയാ സംവൃതരുദ്ധ ദൃഷ്ടയെ, തൻ്റെ മായ കൊണ്ട് മൂടപ്പെട്ടവർക്ക് ആ യഥാർത്ഥത്തിലുള്ള തത്വം മറച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നവനുമായിട്ടുള്ള അങ്ങയ്ക്ക് നമസ്കാരം. ആധ്യാത്മിക ജ്ഞാനികൾക്ക് അങ്ങ് പരമാത്മാവാണ്. ആത്മജ്ഞാനത്തിലില്ലാത്ത ആൾക്കാർക്കോ ഈ വെറും ജീവസ്വരൂപിയായിട്ട് മൃത്യുവിന് അധീനനായിട്ടുള്ളൊരു സാധാരണ മനുഷ്യനാണ്. പ്രകൃതിയാകുന്ന കാരണം അതുമാതിരി മഹത്വത്വ, അതിൻ്റെ എന്താണ് മഹത്വത്വതകൾ കാര്യം ആണും, ഇത് രണ്ടും അങ്ങ് തന്നെയാണ്. അങ്ങയുടെ മായ കൊണ്ട് മൂടിപ്പെട്ടുള്ള ആൾക്കാർക്ക് അങ്ങയുടെ ദർശനം അങ്ങ് നിരോധിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഭഗവാനെ അങ്ങയ്ക്ക് നമസ്കാരം. സത്വം ശാതി സ്വവൃത്യാന്ന കിം ദേവ കരവാമഹേ ഏതദന്തോ നൃണം ക്ലേശോ യദ്ഭവൻ അക്ഷിഗോചര. അതുകൊണ്ട് ഇനി ഒന്നേ ഉള്ളൂ, ഹേ ദേവ, സത്വം സ്വഭൃത്യാൻ ന ശാധി, അങ്ങ് ഇനി എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് അങ്ങയുടെ ഭൃത്യന്മാരായിട്ടുള്ള ഞങ്ങളോട് ആജ്ഞാപിച്ചാലും പറയാണ്. കാരണം എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? കിം കരവാമ, കാരണം ഭവാൻ അക്ഷിഗോചരായൽ, എപ്പോൾ ഭഗവാൻ കണ്ണുകൾക്ക് ഗോചരനായി തീരുന്നു ആ സമയത്ത് അന്നുവരയ്ക്കും മാത്രമാണ് നൃണാം ക്ലേശം. പിന്നെ ക്ലേശങ്ങളൊന്നുമില്ല. ഭഗവാൻ ഒരിക്കലും മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു പറഞ്ഞാൽ പിന്നെ അവന് യാതൊരു ക്ലേശവും ഇല്ല. അതുകൊണ്ട് ഇനി എന്താ വേണ്ട ചെയ്ത പറഞ്ഞോളൂ എന്ന് ഭഗവാനോട് പറയാണ്. അദ്ദേഹത്തിന് അതായത് ജീവിതത്തിലെ ആഗ്രഹങ്ങളെല്ലാം സബലീകൃതമായി, തനിക്ക് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ചെയ്താൽ പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ്. നീ എങ്ങനെ കഴിഞ്ഞുകൂടണം എന്നുള്ളത് അങ്ങ് പറഞ്ഞ മാതിരി ചെയ്യാന്നാണ് പറയുന്നത്. ശ്രീചുവാച തദുക്തമിത്യുവാകർണ്യ ഭഗവൻ പ്രണതാർത്തിഹ ഗൃഹീത്വാ പാണിനാപാണിം പ്രഹസം തമുവാചക. ശ്രീ ഭഗവാനുവാച ബ്രഹ്മം സ്ഥേനുഗ്രഹാർത്ഥായ സംപ്രാപ്തൻ വിദ്യമുന്മുനിൻ സഞ്ചരന്തി മയാലോകൻ പുനന്ത പാദരേണുഭീ. ഈ ശ്രീ ശിവബ്രഹ്മർഷി പറയുകയാണ്, ഇങ്ങനെയെല്ലാം ആ ശ്രുതദേവൻ്റെ ഈ സ്തുതി കേട്ടിട്ടുള്ള ശരണാഗത വത്സലനായിട്ടുള്ള പ്രണതാർത്ഥിക ആയുള്ള ഭഗവാൻ എന്ത് ചെയ്തു? ശ്രുതദേവൻ്റെ കൈ രണ്ടും ചേർത്ത് പിടിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഹേ ബ്രാഹ്മണ, എന്താണ് നോക്കൂ, ഈ മഹർഷിമാരെ എല്ലാവരും അങ്ങേ അനുഗ്രഹിക്കാൻ വേണ്ടി വന്നവരാണെന്ന് അങ്ങ് മനസ്സിലാക്കണം. അവരെങ്ങനെയാണ് തങ്ങളുടെ പാദരേണുക്കളെ കൊണ്ട് ലോകത്തിലെ മുഴുവൻ വിശുദ്ധീകരിച്ചുകൊണ്ട് ഞാൻ എവിടെ പോകണു അവിടെ എൻ്റെ കൂടെ സഞ്ചരിക്കുന്നവരാണ്. അപ്പോൾ അവർ ഇവിടെയൊക്കെ വന്ന എന്തിനാണ്? അങ്ങയെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്.
ദേവാ ക്ഷേത്രാണി തീർത്ഥാനി ദർശനസ്പർശനാർച്ചനൈ ശനൈ പുനന്തി കാലേന തദപ്യർഹത്തമേക്ഷയാ നഹ്യ അമ്മയാനി തീർത്ഥാനി എന്നൊക്കെ നമ്മൾ ആ തീർത്ഥയാത്ര സമയത്ത് പറഞ്ഞു ഭഗവാൻ മഹർഷിമാരോട് പറഞ്ഞില്ല. അതേ തത്വം തന്നെയാണ് പറയുന്നത്. ദേവന്മാര്, ദേവാ ക്ഷേത്രാണി പുണ്യസ്ഥലങ്ങൾ, തീർത്ഥങ്ങൾ, ഇതെല്ലാം എങ്ങനെയാണ് ദർശനം സ്പർശനം അതുമാതിരി അർച്ചന ഇങ്ങനെയൊക്കെ വളരെ കാലം കൊണ്ട് പരിശുദ്ധി നൽകുന്നു എന്ന് പറയുകയാണ്. എന്നാലോ ആ പുണ്യം അത് ശനൈ പുനന്തി കാലേന എന്നോ തദപ്യർഹത്തമേക്ഷയ ആ പുണ്യം എങ്ങനെയാണ് മഹാനുഭാവന്മാരായിട്ടുള്ള ഈ മഹർഷിമാരെല്ലാവരും തങ്ങളുടെ ഒരൊറ്റ നോട്ടം കൊണ്ട് ഉടനെ അത് നൽകുന്നു എന്ന് പറയുകയാണ് ഈ പരിശുദ്ധി എന്നുള്ളത്. ബ്രാഹ്മണോ ജന്മനാശ്രയൻ സർവേഷാം പ്രാണിനാമിഹ തപസാ വിദ്യയാ തുഷ്ട്യാ കിമു മക്കലയായുധ ന ബ്രാഹ്മണന്മേദൈതം രൂപമേതൽ ചതുർഭുജം സർവവേദമയോ വിപ്ര സർവദേവമയോ ഹ്യഹം. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്രാഹ്മണ ജന്മം കൊണ്ട് തന്നെ സകലരേക്കാളും ശ്രേഷ്ഠനാണ്. അതിന് പുറമെ തപസ്, വിദ്യ, എന്താ കിട്ടിയത് വെച്ചാൽ കൊണ്ടുള്ള സന്തുഷ്ടി, ഇതൊക്കെ കൂടി ചേർന്ന് കഴിഞ്ഞാലോ വളരെ വിശിഷ്ടനായി തീരും ചെയ്യുന്നു പറയുകയാണ്. പിന്നെ കിമു മക്കലയായുധ, അതായത് എൻ്റെ കല അവതാരം കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ മഹത്വം പറയാനുണ്ടോ ചോദിക്കുകയാണ്. അതായത് വേദവ്യാസനൊക്കെ ഭഗവാന്റെ അവതാരം തന്നെയാണ് അവർ. അപ്പോൾ അവരൊക്കെ അത്ര ശ്രേഷ്ഠന്മാരാണെന്ന് പറയുകയാണ്. എന്നാൽ ബ്രാഹ്മണാന്മേദയിതം, എനിക്ക് ഈ ബ്രാഹ്മണരുടെ അതുണ്ടല്ലോ മഹത്വ ബ്രാഹ്മണനാണ് ഉത്തമൻ എങ്ങനെയാണ് ഈ ചതുർഭുജാന്വിതമായിട്ടുള്ള എൻ്റെ ഈ രൂപം ഉണ്ടല്ലോ അതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരാണ് ഈ ബ്രാഹ്മണന്മാരാണെന്ന് പറയുകയാണ്. കാരണം അവരെല്ലാവരും സർവവേദമയ എല്ലാ ബ്രാഹ്മണന്മാരും ഇങ്ങനെ എല്ലാ വേദങ്ങളുടെയും ആകത്തുകയാണ്. ഞാനോ മഹാവിഷ്ണു ദേവമയൻ, എല്ലാ ദേവന്മാരുടെയും ആകത്തുകയാണ്. ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസമുള്ളതെന്ന് പറയുകയാണ്. ദുഷ്പ്രജ്ഞ അവിത്വൈവം അവജാനന്ത്യസൂയവ ഗുരും മം വിപ്രമാത്മാനം അർച്ചാദാ വിദ്യദൃഷ്ടയാ ചരാചരമിദം വിശ്വം ഭാവായേ ചാസ്യ ഹേതവ മദ്രൂപാണീതി ചേതസ്യാധത്തേ വിപ്രോമധീക്ഷയാ തസ്മാൽ ബ്രഹ്മഋഷീന്യേതാൻ ബ്രഹ്മൻ മച്ഛ്രദ്ധയാർച്ചയ ഏവം ചേത് അർച്ചിതോസ്മ്യബ്ദാ നാന്യതാ ഭൂരിഭൂതിലീ. എന്താണ് അതുകൊണ്ട് നോക്കൂ, ഈ ഇദ്ദേഹത്തിനോട് പറയുകയാണ് ഭഗവാൻ, ദുഷ്പ്രജ്ഞ ബുദ്ധി ദുഷിച്ചവരായിട്ടുള്ള ആൾക്കാർ ഇതൊന്നും അവിദിത്വൈവം ഇതൊന്നും അറിയാണ്ട് പരോത്കർഷത്തിൽ അസൂയ പൂണ്ടവരായിട്ട്, അതായത് തങ്ങൾ മറ്റുള്ളവർ എന്തെങ്കിലും കേവന്മാരാണെന്ന് കണ്ടപ്പോൾ അസൂയ കൊണ്ട് തങ്ങളും കേവന്മാരാണെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രതിമാദികളിൽ എന്തു ചെയ്യണു ഈശ്വര ബുദ്ധി വെച്ചുകൊണ്ട് അവരുടെ യഥാർത്ഥത്തിൽ ഗുരുവും ആത്മാവും ഭഗവത് സ്വരൂപമായിട്ടുള്ള ഈ ബ്രാഹ്മണരെ നിന്ദിക്കണമെന്ന് പറയുകയാണ്. ഏത് ചരാചരമിതം വിശ്വം ഭാവായേ ഈ പ്രപഞ്ചം മുഴുവൻ ആരുടെ രൂപമാണോ അത് ഭഗവത് സ്വരൂപമാണ്. പിന്നെ അതുമാതിരി അങ്ങനെ രൂപത്തിൽ ദർശിക്കുന്ന ആൾക്കാരാണ് ബ്രാഹ്മണർ. ഈ ചരാചരങ്ങളും അവയുടെ ഭാവങ്ങളായിട്ടുള്ള ഈ മഹതാത് തത്വങ്ങളും എല്ലാം ഭഗവാന്റെ രൂപാന്തരങ്ങളാണ്. ഈ കാര്യം മനസ്സിൽ ഉറപ്പിച്ചുള്ള ആളാണ് യഥാർത്ഥത്തിൽ ബ്രാഹ്മണൻ. ഈ കാരണങ്ങളെ കൊണ്ട് ഭഗവാനെ അനുഗ്രഹിച്ചുള്ള ഈ ബ്രഹ്മർഷിമാരെ നിങ്ങൾ ശ്രദ്ധയോടെ ആരാധിക്കണം എന്നാണ് ഭഗവാൻ ശ്രുതദേവനോട് പറയണത്. അതായത് എന്നെ പൂജിക്കുന്നതുമാതിരി തന്നെയാണ് ഇവരെ എല്ലാവരും പൂജിച്ചാൽ എന്നാണ് ഭഗവാൻ പറയണത്. അതായത് അവരാണ് ഞാൻ എന്നുള്ള ഇത് മനസ്സിലുറക്കണം. അപ്പോൾ എന്താ ഈ എൻ്റെ അവരുടെ ആരാധന ഭഗവത് ആരാധനയായിട്ട് പരിണമിക്കുന്നതാണ്. അല്ലാണ്ട് വെറുതെ ധാരാളം പൂജാ സാമഗ്രികളെ കൊണ്ട് ഒരുക്കിയത് കൊണ്ടൊന്നും ഭഗവത് ആരാധനയാവില്ല എന്നാണ് ശ്രുതദേവനോട് ഭഗവാൻ പറയണത്. ശ്രീശുഗോവാച സഹിത്തം പ്രപുണാദിഷ്ട സഹകൃഷ്ണൻ ദ്വിജോത്തമൻ ആരാധ്യേകാത്മഭാവേന മൈഥിലശ്ചാപസൽഗതിം ഏവം സ്വഭക്തയോ രാജൻ ഭഗവൻ ഭക്തഭക്തിമൻ ഉഷിത്വാദിശ്യ സന്മാർഗം പുനർദ്വാരവതീമകാൽ. ശ്രീശുബ്രഹ്മർഷി പറയാണ്, ഇപ്രകാരം ഉപദേശിക്കപ്പെട്ടവരായിട്ടുള്ള ബഹുലാശ്വനും ശ്രുതദേവനും രണ്ടുപേരും, ഇത് ശ്രുതദേവൻ്റെ അടുത്താണ് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞത്. രണ്ടുപേരോടും രണ്ട് ദിക്കിലും പറഞ്ഞാൽ അവിടെയും ഇതേമാതിരി തന്നെ പറഞ്ഞിട്ടാവണം. അവർ രണ്ടുപേരും ആ ഭഗവാനെ അനുഗമിച്ചുള്ള ബ്രാഹ്മണരേക്കാ ആ ഉത്തമന്മാരെല്ലാവരും ഭഗവാനാണെന്നുള്ള ഭാവത്തോടു കൂടി അവരെല്ലാവരും ആരാധിച്ചു. അതുവഴി അവർക്കെല്ലാം സൽഗതി ലഭിക്കുകയും ചെയ്തു.
ഈ ഭക്തജനങ്ങളിലെ ഭക്തിയുള്ള ഭഗവാൻ എന്ത് ചെയ്തു? ആ രണ്ട് ഭക്തന്മാർക്കും ഒരേ കാലത്തിൽ ഇങ്ങനെ ഈ പ്രകാരത്തിലുള്ള സന്മാർഗം എന്താണ് ബ്രാഹ്മണരെ പൂജിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്നെ പൂജിക്കണ മാതിരിയാണെന്നുള്ള ഉപദേശിച്ചുകൊണ്ട് കുറേ നാൾ അവിടെ താമസിച്ചിട്ട് ദ്വാരകയിലേക്ക് മടങ്ങും ചെയ്തു എന്ന് പറയുകയാണ്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ശ്രുതദേവാനുഗ്രഹോ നാമ ഷഡശീതിതമോധ്യായ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.